ഇത് നല്ല ജിമ്മ് മസിൽ ബോഡി വേണ്ടിയിട്ട് വരും. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നിങ്ങൾ വിചാരിച്ചത് ഇപ്പം എനിക്കില്ലാത്ത സൗണ്ടില്ലാത്ത വീഡിയോ ആയിരുന്നല്ലേ, ജസ്റ്റ് അങ്ങനെ ഇട്ടതാണ് ഫസ്റ്റ്. അപ്പോൾ ഇന്ന് നല്ലൊരു റെസിപ്പീൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. മാംഗോ വെച്ചിട്ടില്ലേ, ഇപ്പം മാംഗോൻ്റെ സീസണല്ലേ. അപ്പോൾ മാംഗോ വെച്ചിട്ട് പലതരം വെറൈറ്റി ഐറ്റംസ് ഇപ്പോൾ എന്തെല്ലോ ഉണ്ടാക്കുന്നുണ്ട്. ഈസി സിമ്പിളായിട്ടുള്ള പുഡിങ്ങും കാര്യങ്ങളും സോഫ്ലയും അങ്ങനെ എന്തെല്ലോ പേരിട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് കാണിക്കുന്നുണ്ട്, ഒരു ജ്യൂസാ സോഫ്ലേന്നാ എന്ത് വേണമെങ്കിലും വിളിക്കാം, പുഡിങ് എന്തായാലും. അപ്പോൾ ഇനി ഒരു 2-3 റെസിപ്പി ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇടയിൽ ഞാനൊന്ന് കാണിച്ചു തരാവേ. മാംഗോൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടുണ്ട് ഇപ്പോൾ മാംഗോൻ്റെ റെസിപ്പിയെല്ലാം. അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ ഞാനും ചായ കുടിച്ചിട്ടായതിനു ശേഷം മിന്നും ഞാനും ചായ കുടിച്ചിട്ടായ ശേഷം ഒന്ന് പുറത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊന്ന് മിഷനിലെല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റെല്ലാം എല്ലാം ഒന്ന് മിഷനിലിട്ടിട്ടായതിനു ശേഷം ചായ കുടിച്ചിട്ടായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ടാസ്ക് ഇതാണ്, മുറ്റടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിന്നുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് കുലുക്കിയിട്ടെങ്കിൽ തമ്മിലെ പോലെ ഇങ്ങനെ വരും. ഇത് ആ മുരിങ്ങൻ്റെ ചെറിയ ഇല ആയതുകൊണ്ട് തന്നെയല്ലേ നല്ല ഇല പോകുന്നുണ്ടായിരുന്നു അത്. അങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോൾ സൗണ്ട് കേൾക്കുന്ന നോക്കുമ്പോൾ എന്താ പറയുക, പൂച്ച മുകളിലിരുന്നിട്ട് കരുതുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടാലിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയോ നമുക്ക് രാത്രിക്ക് ഓർഡർ ഉണ്ട്, വന്നതല്ലേ, അപ്പോൾ കറച്ചപ്പെല്ലാം പറിച്ചുകൊണ്ട് തന്നെ പോകാനിട്ട്. എൻ്റെ ബാക്ക് സൈഡ് ഉണ്ട് കറച്ചപ്പ്. ഞങ്ങൾക്ക് ബാക്കിലേക്ക് പോകാൻ ഒരു ഇതില്ല, പ്ലങ്ക് പോലെയാണ് എൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് എതിർക്കുന്നുണ്ട് നമ്മളെ മുറ്റത്ത് തന്നെ. അപ്പോൾ അവിടെ തന്നെയാണ് അധികം ഞാൻ പറിക്കില്ല, അല്ലെങ്കിൽ ഇച്ചാൻ്റെ ഇരുന്ന് പറിക്കില്ല, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പറിക്കും. ഇങ്ങനെ നമ്മളവരെ അപ്പുറത്തല്ല നടുക്കല്ലേ, ഇച്ചാൻ്റെ ഇപ്പുറത്ത് അമ്മാൻ്റെ അപ്പുറത്തെയാണ് നമ്മൾ അപ്പുറമായിട്ടുള്ളത്. അങ്ങനെ നല്ല ഫ്രഷ് കറച്ചപ്പ് തന്നെ പറിക്കാൻ വേണ്ടിയിട്ടില്ലേ. ഞാൻ രാവിലെ തന്നെ വന്നിനും മണ്ടൊന്നും അടിച്ചിട്ടാ ഓറെല്ലാം നിസ്കരിച്ചിട്ടായി ഉറങ്ങും. രാവിലെ ഇപ്പോൾ സ്കൂളിൽ വന്നപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ, നിസ്കരിച്ചിട്ടെല്ലാം ഉറങ്ങിയിട്ടായിട്ട് ഒരു 7 മണി 8 മണി ആ ഒരു ടൈമിൽ അടിക്കലാണ്. അത് ബാബിയായെങ്കും ഉമ്മായെങ്കും എല്ലാവരും അങ്ങനെ നമ്മളെ പുരയിൽ പണ്ടേ ഉള്ള ശീലം. ഇപ്പോൾ ഇന്നല്ലല്ല, ഞാനും മംഗലം കഴിഞ്ഞിട്ട് വന്ന പാടെല്ലാം ഇല്ലാണ്ട് അങ്ങനെ നിസ്കരിച്ചിട്ടായിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറി ചായ കുടിക്കുന്നില്ല. പക്ഷെ ഓറ് നിസ്കരിച്ചിട്ടായിട്ട് അവിടെ തന്നെ ഉറങ്ങും, കിച്ചണിക്ക് വരില്ല. ഒരു ചായ കുടിക്കലില്ല ആരും. അവർക്ക് രാവിലെ ചായ കുടിച്ചെങ്കിൽ എന്തെല്ലോ ഒരു തൊണ്ടകെട്ടൽ, ഒരു കറാമ്പേന്ന് അങ്ങനത്തെ എല്ലാം ഒരു പ്രശ്നം. അപ്പോൾ ഇത് നമ്മളെ തറവാടും ഉമ്മാൻ്റെ വര, അത് ഇച്ചാൻ്റെ വര. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമ്മളെ വരെയാണ്. കുറേ ആൾ ചോദിച്ചിന് ഉമ്മാൻ്റെ ഏടുള്ള നിങ്ങൾ എന്നെ പോരയില്ല, ബാബിൻ്റെ നിൻ്റെ എന്നെ പോരയില്ലാന്ന്. അല്ല, നമ്മൾ പുറത്താണ്, എല്ലാവരും വേറെ വരയില്ലാന്ന്. അപ്പോൾ ഓർഡറും കാര്യങ്ങളെല്ലാം വരുമ്പോഴേക്ക് ഓറ് വരുന്നതാണ് അപ്പോൾക്ക്. അപ്പോൾ ഞാൻ വിളിക്കും എല്ലാവരെയും, അപ്പോൾ വരും അങ്ങനെ. അപ്പോൾ കറച്ചപ്പെല്ലാം പറിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിഷനിലെല്ലാം ഞാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്ലാങ്കറ്റ് ഞാൻ സർഫും വെള്ളമെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് അവിടെ കറങ്ങിക്കൊണ്ട് നിൽക്കും. കുറച്ച് സായി ബ്ലാങ്കറ്റെല്ലാം അലക്കിയിട്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്കൊന്ന് ഊഞ്ഞാലെല്ലാം ഇങ്ങനെ റിലാക്സ് ആയിട്ട് ആടാം.
അപ്പോൾ ഇന്നലെ ഓർഡർ ഉണ്ടായിട്ടില്ല. അപ്പോൾ മിഞ്ഞാന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മിഞ്ഞാന്ന് ഓർഡർ ഉണ്ടായിരുന്നു. നല്ല ആ ഓർഡർ കഴിഞ്ഞിട്ട് ഇന്നലെ ഫുൾ ടൈം ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ മിഞ്ഞാന്നത്തെ വീഡിയോ കാണിച്ചു തരാം. ഉസ്താദിന് ചോറ് ഓർഡർ അങ്ങനത്തെ എല്ലാ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓർഡറിൻ്റെ ചോറല്ല ഉസ്താക്ക്, ഇത് എൻ്റെ തന്നെ ചോറാണെന്ന് അറിയാം. അപ്പോൾ അത് ഈ കളിച്ച് നോക്കി എനിക്ക് ഉസ്താക്ക് ചോറ് കൊടുക്കുന്ന തന്നെ പണിയാണ്. അത് അങ്ങനല്ല, അത് ഓരോരുത്തർക്ക് അധികം ഓർഡർ ഉണ്ടായി ഞങ്ങൾക്ക് ഉസ്താദിൻ്റെത്. ഇത് എൻ്റെ തന്നെ ചോറാണ്. അപ്പോൾ ഉസ്താക്ക് ഉച്ചക്ക് കൊടുത്തത് ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, കച്ചമ്പറാണ്. അപ്പോൾ നമ്മൾ ഓർഡറിൻ്റെ സംഭവമല്ല ഞാൻ ഇടയിൽ സെറ്റാക്കുന്നുണ്ട്. മുട്ടമാലേൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. മുട്ടമാല, പുഡിങ്, അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ സംഭവമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ട്. ഉമ്മ ഉണ്ട്, ബാബിയുണ്ട്, ഞാനുണ്ട്, ചേച്ചിയുണ്ട്, പിള്ളമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് കുറച്ച് കൂടുതൽ തന്നെ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ കുറേയൊന്നും വീഡിയോ എടുക്കാനേ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ പറയുക, നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ കുറച്ചെടുത്തതാണ്. പിന്നെ കിച്ചണിൻ്റെ അവസ്ഥ കണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ അറിയാമല്ലോ, ഞാൻ അങ്ങനെ കണ്ടെന്നറിയണം. അങ്ങനെ ഇതെപ്പോഴും ഉള്ളത് തന്നെ. നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര സംഭവമാണെന്നായിരിക്കും, പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് ബാഡായിട്ടില്ല. ഇത് വലിയൊരു സംഭവമാണെന്നില്ല. അങ്ങനെ ഉസ്താദിന് ഇപ്പോൾ വൈകിട്ടും ചായ ഉണ്ട്. അങ്ങനെ എന്തുണ്ടാക്കിയറിയോ, എന്താ ഇത് ഉള്ളി വെച്ച് ഒരിത്തിരി 2 ഉള്ളിൻ്റെ ഉള്ളി വെച്ചാക്കിയിട്ട് ഉസ്താദിനെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം നമ്മളെല്ലാവരും കഴിച്ചതാണ്. എന്നിട്ട് അതില്ലേ നമ്മളെ ഈ ചോറിൻ്റെതെല്ലാം കുറേ ആൾക്ക് ഡൗട്ടുണ്ട്. ഞാൻ ഈടെ നമ്മളെ അടുത്ത പള്ളിയുള്ളത് ഒരു ഉസ്താദാണ്. ഒരു ഉസ്താദിൻ്റെ ചോറ് ആരെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ സുഖമില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയെങ്കിലും നമ്മളെ വിളിക്കും കയ്യോ കൊടുക്കാൻ എന്നിട്ട്. അപ്പോൾ ഒരു മെനു എന്ത് തരാമല്ലോ, അത് കൊടുക്കണോ, ഇത് കൊടുക്കണോ, ഇതന്നെ കൊടുക്കണോ. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഒരു ചോറ് കൊടുത്തിരുന്നു പറയും. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. അങ്ങനെ പിന്നെ ഓർഡർ തരുമ്പോൾ നമ്മൾ എന്തായാലും നേരെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമല്ലോ. ചിക്കനാ, മട്ടനാ, ബീഫാ, ഫിഷാ, വെജാ, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് സെറ്റാക്കിയിട്ട് നേരെ ഉസ്താദിനൊന്ന് സെറ്റാക്കി കൊടുക്കും. അങ്ങനെയാണ്. അതല്ലെങ്കിൽ നമുക്ക് മുളിയെടുക്കത്ത ഓർഡർ കിട്ടലുണ്ട്. മുളിയെടുക്കത്ത ഓർഡർ എടുത്ത പോലെ കിട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കിട്ടില്ല അങ്ങനെ. അപ്പോൾ ഞാനില്ലേ രാത്രി ഉസ്താദ് കൊടുത്തത് ചപ്പാത്തിയും മുട്ടക്കറിയും. ഇത് ഭയങ്കര സ്പെഷ്യൽ മുട്ടക്കറിയാണ്. നമ്മൾ ചിക്കൻ മഞ്ചൂരിയന്, മട്ടൻ മഞ്ചൂരിയൻ എല്ലാം കഴിച്ചില്ലേ, എഗ് മഞ്ചൂരിയൻ കഴിച്ചിനാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ആക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ലൈക്കായിട്ടുണ്ടായിരുന്നു പറഞ്ഞ ഉസ്താദിനും ഞമ്മക്കും പിള്ളമാർക്കും എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇനി ഒരിക്കൽ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്നിപ്പോൾ റെസിപ്പി കാണിക്കാൻ തീരെ ടൈമില്ല, അത്രക്ക് ബിസിയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഉസ്താദിന് ചപ്പാത്തിയും എഗ്ഗ് കറിയും എഗ് മഞ്ചൂരിയനും കൊടുത്തിട്ടായതിന് ശേഷം ഇല്ലേ നമ്മളെ പണികളെല്ലാം ഒരു സൈഡിൽ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഇതെന്താ പറയുക, അട്ടിപ്പത്തിരി, കട്ട്ലറ്റ്, ഉന്നക്കായ, കിളിക്കോട്, ചിക്കൻ കോൺ, അങ്ങനെ എന്തെല്ലാം എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ കുറേ തരം സ്നാക്സിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായിന്. അപ്പോൾ കിച്ചണത്തെ ഫൈനലിൻ്റെ അവസ്ഥ നോക്കുക, ഇങ്ങനത്തെ അവസ്ഥയാണ് സംഭവം. അപ്പോൾ അത് പ്രശ്നമില്ല, ചേച്ചി എല്ലാം ക്ലീൻ ആക്കിയിട്ട് അടിച്ചിട്ട് വാരിയിട്ട് തുടച്ചിട്ട് എല്ലാം തരുന്ന എന്ത് പ്രശ്നമില്ല. അപ്പോൾ രാത്രി ഉണ്ടാകുന്നില്ല, രാത്രി ആകുമ്പോൾക്ക് വരുന്നില്ല, രാവിലെ വന്നിട്ട് ഫുള്ളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഉണ്ടാകുമ്പോൾ പോലാന്ന് അങ്ങനെ. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുട്ടമാല ഉണ്ടായിന്, പുഡിങ്, ചിക്ക് പുഡിങ്ങും പൈനാപ്പിൾ പുഡിങ്ങും അതിനുണ്ടായിന്. പിന്നെ അട്ടിപ്പത്തിരി, ഉന്നക്കായ, കട്ട്ലേറ്റ്, കിളിക്കൂട്, അങ്ങനെയല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി കൊടുത്തിട്ട് കിടന്നിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് അണിച്ചതിന് ശേഷം ഇല്ലേ പിന്നെ ഒരു പിറ്റേ ദിവസത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു ദിവസം ഓർഡർ കഴിഞ്ഞ പിറ്റേ ദിവസം ഫുള്ള് റെസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ബെഡ് റെസ്റ്റ്. അന്ന് ഞാൻ എന്ത് പണിയെടുക്കില്ല, വെള്ളമൊന്നും എത്ര ആക്കിയിട്ട് അടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും എടുക്കാൻ പോകില്ല. എന്തില്ലെങ്കിൽ രാത്രി നല്ല ഹാർഡ് വർക്ക് ചെയ്തില്ല. അപ്പം അതിന് പകരം ഫുൾ ടൈം റെസ്റ്റ് അങ്ങനെ. അപ്പോൾ ഇതാ മാതിരി ഞാൻ ഈ പൊട്ടാറ്റോൻ്റെ ഫ്രോസൺ ഐറ്റം കിട്ടുന്നില്ലേ, അതിനൊന്ന് ഫ്രൈ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് ചിരിക്കുന്നു എന്നുണ്ട്, അതിൻ്റെ നോക്കിയിട്ട് ഉമ്മ ചിരിക്കുന്നു അങ്ങനെ. അപ്പോൾ ഇത് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ മിതാദു പള്ളി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മേത് നോക്കി ഓനോടെ ബോംബെയിൽ പൊന്നിച്ചിട്ട് ഇറങ്ങലാന്ന് ഞാനും വരുന്നു മിതാദു ഞാനും വരുന്നില്ല കീന്ന് തന്നെ കൊണ്ടുപോകാത്തതിൻ്റെ നല്ല ബേജാറുണ്ട് മുഖത്ത്. ഇങ്ങനെ നോക്കുന്നുണ്ട് കരിയണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിതാദ് ഫ്രഷായിട്ട് പള്ളിയിട്ടെല്ലാം പോയിട്ട് വന്നിട്ടായിട്ടില്ലേ ഞാനന്ന് ഫ്രൂട്ട്സ് എല്ലാം മേങ്ങാം. ഞാൻ വന്ന് ടൗണിൽ പോയിട്ടുണ്ടായിന്, കഥയുണ്ട് കുറേ പറയാൻ, കുറച്ച് ആവശ്യമുണ്ടായി. അങ്ങനെ ടൗണിലെല്ലാം പോയിട്ടായിട്ടില്ലേ ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എന്തല്ലേ നമുക്കിത് നല്ല പച്ചക്കറിയും ചോറും വയ്ക്കാമെന്നല്ല ചെല്ലിട്ടില്ലേ പിള്ളേരെല്ലാം കൊണ്ട് പോയി. എന്താവശ്യമില്ല പിള്ളേർ വരുന്നത്, എന്നാലും പോയിട്ട് നോക്കുമ്പോൾ അയാളാ പച്ചക്കറിയും ചോറ് ഏടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് നമുക്ക് 3 മണിയായിട്ടുണ്ടായി. 3-4 ഹോട്ടലിൽ പോയിട്ടും വേടി പച്ചക്കറിയും ചോറും ഇല്ല. പിള്ളേർക്ക് വലിയൊരു എത്തായിട്ടും ഉണ്ടായില്ല പച്ചക്കറി അതിട്ട്. അങ്ങനെ നമ്മളെ പിള്ളേർ നീയത്താണ് കന്നില്ല ലാസ്റ്റ് മന്തിയും മേങ്ങിക്കൊണ്ട് വന്നിട്ട് പരലോചിച്ചതാണ്.
പാർസൽ കൊണ്ടുവന്നിട്ട് പുരയിൽ വെച്ചതാണ്. അങ്ങനെ എന്നിട്ട് മാങ്ങ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞാൻ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു അടിപൊളി മാംഗോൻ്റെ റെസിപ്പി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ മാംഗോൻ്റെ എല്ലാ സീസണല്ലേ, അപ്പോൾ പല വിധത്തിലുള്ള മാംഗോൻ്റെ റെസിപ്പി എല്ലാം കാണലുണ്ട് ഞാൻ റീൽസിലെല്ലാം. അതിൽ ഞാനൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വക 2-3 ഐറ്റംസ് എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അടുപ്പ് കത്തിക്കണ്ട, കുറച്ച് ബെനക്കണ്ട, എന്ത് പണിയില്ല. ജസ്റ്റ് മാങ്ങാവും മിൽക്ക് മെയ്ഡ് അല്ല ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഫിയോന ക്രീം ഏതായാലും പ്രശ്നമില്ല. അങ്ങനെ അപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ ആവശ്യമില്ല. ഇത്ര ഇട്ടിട്ട് നമുക്ക് തന്നെ അല്ലേ നല്ല മധുരം കറക്റ്റാണ്. അപ്പോൾ ഞാൻ നല്ലൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ മംഗലവള്ളിയില്ല നമ്മളെ ആ മാങ്ങയാണ്. ഇപ്പോൾ മാങ്ങക്കെല്ലാം മധുരം വന്നു. അപ്പോൾ മാങ്ങ തന്നെ ഞാൻ തൊലിയെല്ലാം എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിനില്ലേ കുറച്ച് ഡെക്കറേഷനും വേണ്ടിയിട്ട് ചെറിയതായിട്ട് കട്ടാക്കിയിട്ട് എടുക്കുക. മറ്റേ ചാലക്കുള്ളത് മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുക്കാനാണ്. അതിനെ നമ്മൾ വലുതായിട്ട് തന്നെ കട്ടാക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ മാങ്ങ കട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റും കാര്യങ്ങളെല്ലാം സെറ്റാണ്. എന്നിട്ട് ഞാൻ മന്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പച്ചക്കറിയും ചോറ് വീക്കണമെന്നിട്ട് തന്നെ പ്ലാനില്ല. ഞാൻ ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാക്കാതെ ഇന്നലെ എല്ലാം പണിയെടുത്തിട്ട് വെത്തിട്ടുണ്ടായി. അങ്ങനെ അവിടെ എല്ലാം ചേച്ചിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോയി. ഇനി വെറുതെ അവിടെ കച്ചറാക്കാണ്ടായിട്ടില്ല. ഞാൻ എന്തൊക്കെയാണ് പച്ചക്കറിയും ചോറ് കൊണ്ടുവരാം. നമുക്ക് 2-3 മറ്റും മേങ്ങെങ്കിൽ എല്ലാവർക്കും വയ്ക്കാൻ കഴിയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊരു മേങ്ങലുണ്ട്. അങ്ങനെ അപ്പോഴേക്ക് നോക്കുമ്പോൾ 4 ഹോട്ടലിലേക്കെല്ലാം പിന്നെ അത് പോയി ഏടിയില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മളെ റോയൽ കുബേന്ന് മന്തി തന്നെ കൊണ്ടുവന്നതാണ്. എന്നിട്ട് വിചാരിച്ചത് നമുക്ക് പച്ചക്കറി ചോറല്ല, നമുക്ക് വെച്ചില്ല മന്തി തന്നെ. അങ്ങനെ നമ്മൾ ആടന്നെ വെച്ചിട്ടില്ല, പുള്ളന്മാരെല്ലാം അതേ ഡ്രസ്സോട് വെറുതെ കയറിനാ ഞാൻ വണ്ടിയിൽ. അങ്ങനെ പെർക്ക് പാർസൽ കൊണ്ടുവന്നിട്ട് മന്തിയും പെപ്സിയും അങ്ങനെ എല്ലാം കഴിച്ചതാണ്. എന്നിട്ട് റെസ്റ്റ് തന്നെ അന്ന് ഫുള്ള് റെസ്റ്റ്. അപ്പോൾ അന്ന് തന്നെ രാത്രി എടുക്കുന്ന വീഡിയോയാണിത്. അങ്ങനെ രാത്രി എന്തിപ്പോൾ നമ്മൾ കഴിച്ചത് ജസ്റ്റ് ഒരു ബ്രെഡും അങ്ങനെ എന്തോ ബ്രെഡ് ടോസ്റ്റാണ് എന്തോ ആക്കി കഴിച്ചാൽ നമുക്ക് ശരിക്കും ഓർമ്മയില്ലല്ലോപ്പാ, എന്തോ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റെസിപ്പി കാണിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഇന്ന് വേറെ ഒന്നും പണിയെടുത്തിട്ടില്ല, അപ്പോൾ നമ്മൾ റെസിപ്പി കാണിക്കാനായിട്ട് അങ്ങനെ മാങ്ങാൻ്റെ സൈഡും എല്ലാം എടുത്തതിന് ശേഷം ഈ ലാസ്റ്റ് ഒരു കൊറട്ടിയില്ല അണ്ടി എന്ന് പറയും നമ്മളെ കാസർഗോഡ്. അതിനൊന്ന് ഞാൻ ഫുള്ള് ഇടണ്ട, ജസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ട. എന്നിട്ട് ഞാനൊന്ന് ബാക്കിയുള്ളതിനെല്ലാം കഴിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കാണിക്കാം. ഈ മാങ്ങാൻ്റെ സീസൺ വന്നെങ്കിൽ എന്തോരം ഇഷ്ടം മാങ്ങ. ഇത് ഇപ്പം എന്നല്ല, പണ്ട് നമ്മളെ ഉപ്പുണ്ടാകുമ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടം മാങ്ങാൻ്റെ സീസൺ തുടങ്ങിയ മുതൽ കൊണ്ടുവരും. ഇപ്പം മാങ്ങ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉച്ചക്ക് ചോറിന് കട്ടാക്കിയിട്ട് വെക്കലാണ് ചോറിൻ്റെയൊക്കെ മാങ്ങ. അങ്ങനെ അപ്പോൾ അതേ ഇതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം മാങ്ങ അല്ലെങ്കിൽ വത്തക്ക, അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഇഷ്ടം വത്തക്ക മാങ്ങല്ലോ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ കസ്കസിലെ വെള്ളത്തിലിട്ടിട്ട് വെച്ചിന്. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഞാൻ വലിയ മാങ്ങല്ലേ ഇത്, അതിൻ്റെ നേരെ പകുതിന് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിന്. അത് വലിയ പീസാക്കിയിട്ട് തന്നെ ഇട്ടിന്. മറ്റത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിന്. എന്നിട്ടായിട്ട് ഇതിലേക്കില്ലേ ഈ ടൈമിൽ നിങ്ങൾക്ക് ഫിയോന ക്രീം വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇടാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ല, അതുകൊണ്ട് ഞാൻ ഫിയോനയാണ് ഇടുന്നത്, കേക്കിൻ്റെ ക്രീമില്ലേ അത്. അപ്പോൾ ഞാനിത് ബീറ്റാക്കിയിട്ട് തന്നെ ഞാൻ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായി, എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബീറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായി. അതിൽ ഞാനൊരു 3-3.5 സ്പൂൺ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇട്ടിട്ടായതിന് ശേഷം ഇല്ലേ കുറച്ചൊരു കട്ടപ്പാലുണ്ടെങ്കിൽ ഇടീ കട്ടപ്പാലുണ്ടെങ്കിൽ അത് ഇടാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പൊട്ടിച്ചതിൻ്റെ പകുതി ഉണ്ട് അതിന് കട്ടയിൽ. അതിനെ നല്ല ഭാഗമല്ല കുത്തിയിട്ട് ഒടിച്ചിട്ട് അതിനെ നമുക്ക് ഈ മിക്സിക്ക് ഇട്ട് കൊടുക്കാം. കട്ടപ്പാലിന് അങ്ങനെ ഇട്ടുണ്ടാ. അപ്പോൾ ഒരു 1/2 കപ്പോ ഒരു 1/4 കപ്പോ ആയിട്ട് മിൽക്ക് മെയ്ഡ്, ഇതെല്ലാം അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ആണോന്നല്ല, നമുക്കിഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം. അത് ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് 1/4 കപ്പ് 1/2 കപ്പ് എന്നല്ലോ, നമുക്കിഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ മിൽക്ക് മെയ്ഡും ഫിയോനാവും മാംഗോവും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കതിന് കട്ടപ്പാലും ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല ഭാഗം അടിച്ചെടുക്കുക. നല്ല കട്ടയുണ്ട്. ഇനി ഇങ്ങനെ കൊണ്ട് മിക്സി കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളത്തിനടിക്ക് കാട്ടിയിട്ട് നമ്മൾ കുറച്ചലിയുന്നത്. അപ്പോൾ നമ്മൾ മുട്ടിയില കത്തിയില എന്ത് നമ്മൾ യൂസ് ആക്കുന്നത് അതിൽ നല്ല ഭാഗം പൊടിയാക്കിയിട്ടായിട്ടില്ലേ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചാൽ മതി. ആ കട്ടൻ അങ്ങനെ ഇട്ട് മിക്സിക്ക് പണി കിട്ടും പറഞ്ഞാൽ പിന്നെ നമുക്കും പണി കിട്ടും. അപ്പോൾ അതിങ്ങനെ കട്ടെല്ലാം അടിച്ചിട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഇത്തിരി വെള്ളം കുട്ടിക്കോ പാലിൻ്റെ കവറിലേക്ക് വെറുതെ കളയണ്ടല്ലോ പാലിനെ. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ്, ജ്യൂസിൻ്റെ ടേസ്റ്റാണ്, പുഡിങ് ടേസ്റ്റാന്ന് പറയുന്നത്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക. അടുപ്പൊന്നും കത്തിക്കണ്ട, സംഭവം ഈസി അല്ലേ, സിമ്പിളല്ലേ, കുറച്ച് പണിയേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ നമുക്കിതിനെല്ലാം ക്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഐഡിയ ഉണ്ടെങ്കിലേ ഫുഡിൽ ഏത് റെസിപ്പിയും പല വിധത്തിൽ നമുക്ക് ട്രൈ ആക്കിയിട്ട് നോക്കാം. ഇന്ന തന്നെയാണോ അതാണോ ഇതാണോ എന്നില്ല. ഞാനിപ്പോൾ ഫുഡ് ആക്കിയിട്ടില്ല. എനിക്ക് ഒരു വക വെറൈറ്റി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാനൊരു ഇതാണ് മൈൻഡിലേക്ക് കയറുന്നത്. പക്ഷെ എനിക്ക് ഫ്ലോപ്പ് എന്തറിയോ, ഡെക്കറേഷൻ്റെ ഞാൻ വലിയ ഇതാകുന്നില്ല. എനിക്ക് ഡെക്കറേഷൻ ഭയങ്കര ഫ്ലോപ്പാണെന്നല്ല, എനിക്ക് ഡെക്കറേഷനെ കുറിച്ചിട്ട് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല. പഠിക്കണം ഇങ്ങനെ എന്തെങ്കിലും ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകണമെന്നല്ല മുമ്പെല്ലാം ഞാൻ വിചാരിച്ചോണ്ട് ഇനി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പഠിക്കണോ ഫുഡിനെ കുറിച്ചിട്ട്, ചൈനീസിനെ കുറിച്ച്. ചൈനീസ് ഫുഡല്ലേ വേറെ തന്നെ ഒരു ലെവലല്ലേ. അപ്പോൾ അങ്ങനെ എന്നല്ല വിചാരിച്ചോണ്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്നതോ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മൈൻഡിലേക്ക് ഓരോ റെസിപ്പി ഇങ്ങനെ കയറുന്ന ഇതിൽക്ക് അങ്ങനെ ഇട്ടെങ്കിൽ അതാവില്ല, അതിൽക്ക് അത് ഇട്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ. ഇപ്പം നമുക്ക് തന്നെ ക്യാപ്സിക്കം നമ്മളാ എഗ്ഗ് വെച്ചിട്ട് എന്താക്കാന്ന് വെച്ചില്ലേ, ഞാനിങ്ങനെ മിഞ്ഞാന്നാക്കിയ മുട്ട ഇങ്ങനെയാണ് സംഭവം. ബിസം പറയുന്നതിൻ്റെ ഭയങ്കര തെറ്റ് വരുന്നുണ്ട് ഇപ്പം എനിക്ക്. ഞാനെന്ത് പട്ട് കാണിച്ചാൽ ചിക്കൻ മഞ്ചൂരിയന്, മട്ടൻ മഞ്ചൂരിയന്, ബീഫ് മഞ്ചൂരിയൻ എല്ലാം ഉണ്ടാക്കിന്. നമ്മൾ എഗ്ഗ് മഞ്ചൂരിയൻ ഉണ്ടാക്കാന്നല്ല ഞാൻ കാണിച്ചില്ലേ. ആ എഗ്ഗ് മഞ്ചൂരിയൻ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കിയത്. എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയാൽ മാഷാഅല്ലാ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കുമ്പോൾക്ക്. സംഭവം അങ്ങനെയാണ്. നമ്മൾ ഓരോന്ന് റെസിപ്പി ഇല്ലേ, നമ്മൾ തന്നെ മെയിൻറ്റിൽ കയറിയിട്ടാകുമ്പോൾ ഓരോന്ന് ട്രൈ ആക്കി നോക്കണം. ടേസ്റ്റാണ് ഇതിങ്ങനെ ഇട്ടെങ്കിൽ എങ്ങനെ ആവും, അങ്ങനെ ഇട്ടെങ്കിൽ എങ്ങനെ ആവും എന്നിട്ട്. അപ്പോൾ ഇപ്പം ഇല്ല എനിക്കിങ്ങനെ ഒരു അൽഫാം ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഇതില്ല എൻ്റെ ഒരു റെസിപ്പി വെച്ചിട്ട്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അതിൻ്റെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾക്കും കൂടി കാണിക്കണമെന്ന്. അപ്പോൾ ഓരോ ഓർഡറും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ടൈം കിട്ടുന്നില്ല. ഇൻഷാ അല്ലാ ടൈം കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങൾക്കും അത് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരു വെറൈറ്റി അൽഫാം. ഓക്കെ, അപ്പോൾ അൽഫാമ, പിരി ചിക്കനാ, കുക്കർ ചിക്കനാ, എന്ത് വേണമെങ്കിൽ പെരട്ടിട്ട് വിളിക്കതിന് ഞാനൊന്ന് ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്കും കൂടി അതിനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാ ഞാൻ ഈ മാംഗോനെ ഇല്ലേ നല്ല തിക്കാക്കിയിട്ട് എടുത്തിട്ട്, നിങ്ങൾക്ക് ഇത്ര തിക്ക് വേണ്ടെങ്കിൽ വെള്ളം കൂട്ടാം, ജ്യൂസ് പോലെ കുടിക്കുന്നെങ്കിൽ വെള്ളം കൂട്ടാം, അല്ല പുഡിങ് പോലെ കഴിക്കുന്നെങ്കിൽ വെള്ളം കൂട്ടണ്ട, സൂഫ്ലെ പോലെ കഴിക്കുന്നെങ്കിൽ വെള്ളം കൂട്ടണ്ട. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഞാനിതാ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ മാംഗോ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ഇത്തിരി കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ ചിക്കൻ കോണിൻ്റെ റെസിപ്പിയോ അങ്ങനെ ഞാൻ ചിക്കൻ കോൺ നമ്മൾ യൂട്യൂബിലെല്ലാം അതിലേക്ക് ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് റെസിപ്പീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിന്. പിന്നെ അട്ടിപ്പത്തിരിയോ അങ്ങനെ യൂട്യൂബിലെല്ലാം ഭയങ്കര ട്രെൻഡായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും അങ്ങനെ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് അതിലേക്ക് ഇതിടേണ്ടത് അതിലേക്ക് ഇതിടേണ്ടത് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് തന്നെ അത് ഒരു വെറൈറ്റിയാണ്. ഇപ്പം നമ്മൾ ഇതാക്കുന്നില്ലേ, ഫ്ലവർ അപ്പ് ഉണ്ടാക്കുന്നത്, അതിലേക്ക് അതിൻ്റെ യൂട്യൂബിൽ കാണിക്കുന്നത് അതിൻ്റെ മസാല നമ്മൾ സാധാരണ ചിക്കൻ ഇട്ടിട്ടുള്ള മസാല ഐറ്റമാണ്. പക്ഷെ ഞാൻ അതിലേക്ക് എന്താക്കി അറിയോ, ചിക്കന് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ ജസ്റ്റ് ഒന്ന് മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക അതിലേക്ക് തന്നെ. എന്നിട്ടായിട്ട് ഒരിത്തിരി ബട്ടർ ഇട്ടിട്ടായിട്ട് ഒരിത്തിരി ചൂടുവെള്ളം കൂട്ടിയിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് അപ്പോൾ ഒരു ക്രീമി മസാല എന്നതൊരു അത് ഫ്ലവർ അപ്പത്തിലേക്ക് ഇട്ടിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മസാല ആക്കിയിട്ട് അതിലേക്ക് മയോണസ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കെച്ചപ്പ് അതല്ലേ ടൊമാറ്റോ സോസ് കെച്ചപ്പ് അതെല്ലാം ഇട്ടിട്ടൊരു മസാല ആക്കുക. അതെല്ലാം നമുക്ക് വെറൈറ്റി മസാല ഒരേ ഐറ്റം ആക്കുന്നതിന് അങ്ങനെ. അപ്പോൾ അത് ഇൻഷാ അല്ലാ ഓരോർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ. ഇപ്പോൾ സാധാരണ ഒരു നെയ്ച്ചോറ് എന്ന് വിചാരിക്കുക. ഇപ്പം നെയ്ച്ചോറ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ ഒരു നാടൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉള്ളിയിട്ട് നെയ്യും ഓയിലെല്ലാം ഒഴിച്ചു ഉള്ളി പട്ട ഗ്രാമ്പേലൊക്കെ പിന്നെ കൊട്ടമുന്തിരിയെല്ലാം ഇട്ട് ഉപ്പിട്ട് ചോറിട്ട് വെള്ളം കൂട്ടി അങ്ങനല്ലേ. അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആക്കുന്നെങ്കിലാ ഇതേ സംഭവം ഇട്ടിട്ട് അതിന് ശേഷം 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചിടാം. ഒരു പകൽ എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാത്തവരോട് ഞാൻ പറയുന്നത്. പച്ചമുളക് മുറിച്ചിടുക, ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, പിന്നെ ക്യാപ്സിക്കില്ലേ ഒരു കഷ്ണം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മളെ കറിവേപ്പില്ലേ കറിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ടിട്ടായിട്ടില്ലേ ഒന്ന് വെള്ളം കൂട്ടുന്നതിന് മുമ്പ് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെള്ളിയിട്ടായിട്ട് തിളക്കുന്ന വെള്ളം കൂട്ടിയിട്ടാകുമ്പോഴേക്ക് വേറൊരു ഫ്ലേവറും വേറെ തന്നെ ഒരു ടേസ്റ്റും വരുന്നതാണ്. അങ്ങനെ നമ്മളേതായ രീതിയിൽ ഒരു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയെങ്കിലേ അന്നങ്ങനെ ഫുഡ് നല്ല ടേസ്റ്റാണ്. നമ്മൾ നല്ല അടിപൊളിയിൽ ഉണ്ടാക്കുന്നങ്ങനെ. അപ്പം അങ്ങനെ ആയിട്ട് നമ്മൾ സൂഫ്ലേയാ ജ്യൂസാ പുഡിങ്ങാ ഡ്രിങ്കാ അത് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബിസിയല്ല പറഞ്ഞല്ലേ. അങ്ങനെ അപ്പോൾ നിങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ട് നോക്കാവേ. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നോട് അഭിപ്രായം പറയണം കമൻറ്റിൽ തന്നെ. ടേസ്റ്റ് ആയിനാ എങ്ങനെ ഉണ്ടെന്നല്ലോ. അടിപൊളി ടേസ്റ്റാണ്. പിള്ളേർ ചോദിക്കുന്നുണ്ട് ഇതെന്ത് ഐസ്ക്രീമാണ്, ഞാൻ ഐസ്ക്രീമാണ് തന്നെ ചോദിക്കുന്നുണ്ട്. ഇതെന്തുമ്പോൾ ജ്യൂസാണ്. ജ്യൂസ് എന്നല്ലേ. ഓരോന്ന് വന്നിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ ഓരോന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്ങനെ ആക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മാംഗോൻ്റെ 2-3 റെസിപ്പിയെല്ലാം ഞാൻ ഇങ്ങനെ മെയിൻറ്റിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. അത് കൈയിട്ടിട്ടും കാലിട്ടിട്ടും കഴിക്കുന്നുണ്ട്. ഇത് എനിക്കല്ലേ തണുത്തതല്ല, നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അറിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് അതും. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.